നമസ്തേ. ഗുരുവായൂർ തൊഴാൻ തിരക്കുള്ളപ്പോൾ ചില എളുപ്പവഴികൾ. സീനിയർ സിറ്റിസൺ, അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കാലത്ത് 4:30 മുതൽ 7:30 വരെ, വൈകുന്നേരം 4:30 മുതൽ 6 വരെ. ദിവസവും പ്രത്യേക ലൈൻ ഉണ്ട്. അമ്പലത്തിന് കിഴക്കേ നടയിലാണിത്. പൊതു അവധി ദിവസം ഇതുണ്ടാകില്ല. വയസ്സ് തെളിയിക്കുന്നതിനായി എന്തെങ്കിലും ഐഡി കരുതുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുവാൻ അമ്പലത്തിനുള്ളിൽ വടക്കേ വശത്ത് സൗകര്യമുണ്ട്. കുട്ടികൾക്ക് പാല് കൊടുക്കുവാൻ ഫീഡിംഗ് റൂം മുകളിലേക്ക് കയറുന്നതിന്റെ വലതുഭാഗത്തായാണുള്ളത്. അമ്പലത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ അടുത്തും ഫീഡിംഗ് റൂമുണ്ട്. മുകളിൽ ചോറൂണ് കൊടുക്കുന്ന ഹാളുണ്ട്. ചോറൂണ് ടിക്കറ്റും ഇവിടെ നിന്നും കിട്ടുന്നതാണ്. രാവിലെ 5 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് നടയടയ്ക്കുന്നത് വരെയാണ് സമയം. ചോറൂണ് കൊടുത്ത കുട്ടിക്കും 6 മാസത്തിന് താഴെയുള്ളവർക്കും കൂടെ 2 പേർക്കും ലൈൻ നിൽക്കാതെ അമ്പലത്തിൽ കടന്നു തൊഴാം. ഒരാൾക്ക് 1000 രൂപ കൊടുത്ത് നെയ്വിളക്ക് ടിക്കറ്റ് എടുത്താൽ ലൈൻ ഇല്ലാതെ നേരിട്ട് തൊഴാം. 5 എണ്ണം ഒരുമിച്ച് എടുത്താൽ 4500 രൂപ. വേഗം തൊഴുതു പോകണമെന്നുള്ളവർക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടെ കൊണ്ടുപോകാം. ടിക്കറ്റ് വേണ്ട. ടിക്കറ്റ് കാണിച്ചാൽ പ്രസാദം കിറ്റ് കിട്ടുന്നതാണ്. തുലാഭാരം ചുറ്റമ്പലത്തിന്റെ കിഴക്കേ വശമുണ്ട്. കാലത്ത് 5 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് നടയടയ്ക്കുന്നത് വരെ, പിന്നെ ഉച്ച തിരിഞ്ഞ് 4:30 മുതൽ നടയടയ്ക്കുന്നത് വരെ. അവിടെ തന്നെ രസീതി അടിച്ച് തുലാഭാരം ചെയ്യാവുന്നതാണ്. പാൽ പായസം മറ്റു വഴിപാടുകളും ചീട്ടാക്കുന്നതിന് ചുറ്റമ്പലത്തിന്റെ വടക്ക് വശം വഴിപാട് കൗണ്ടറുണ്ട്. പടിഞ്ഞാറേ നടയിൽ പുറത്താണ് പായസം ലഭിക്കുക. പായസത്തിനുള്ള ഡബ്ബകളും അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അമ്പലത്തിന് പുറത്ത് വടക്ക് വശവും മറ്റൊരു വഴിപാട് കൗണ്ടർ കൂടിയുണ്ട്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് അന്നലക്ഷ്മി ഹാളിൽ ദിവസവും അന്നദാനം ഉണ്ടാകും. കാലത്ത് 5 മണി മുതൽ 8 മണി വരെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചുക്ക് കാപ്പി, പ്രഭാത ഭക്ഷണം ലഭിക്കും. രാവിലെ 10:30 മുതൽ തുടങ്ങി ലൈൻ കഴിയുന്നവരെ ഉച്ചയ്ക്ക് ഊണ് ലഭിക്കും. വൈകുന്നേരം 7 മണിക്ക് രാത്രി ഭക്ഷണമുണ്ട്. അമ്പലത്തിൽ തൊഴുത് ഭഗവതി അമ്പലത്തിന്റെ അവിടെ പുറത്തു കിടന്ന് ഇടതുവശത്തുകൂടെ പോയാൽ അന്നദാന ക്യൂ ഉണ്ട്. അവിടെയാണ് രാത്രി ഭക്ഷണം ലഭിക്കുക. ഗുരുവായൂർ തൊഴാൻ വരുന്നവർക്ക് കൂടുതൽ താമസ സൗകര്യം കുറഞ്ഞ ചെലവിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയ തോതിൽ അമൃത് പദ്ധതി പ്രകാരം റെസ്റ്റ് റൂമുകൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ലഭ്യമാണ്. കുടുംബശ്രീയാണിത് നടത്തുന്നത്. ക്ഷേത്ര നഗരിയിൽ വടക്കേ നടയിൽ 4 നിലകളോടുകൂടി 100-ലേറെ കിടക്കകളോടെ ഡോർമാട്രിയും സ്ത്രീകൾക്ക് മാത്രം താമസിക്കാൻ നഗരസഭയുടെ ഷീ സ്റ്റേ ഹോം എന്നിവയും ലഭ്യമാണ്. ഇതിന് താഴെയായി സ്വീകരണ ഹാളും ഭക്ഷണശാലയും സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറേ നടയിൽ അന്നലക്ഷ്മി ഹാളിനടുത്ത് ശ്രീകൃഷ്ണ റെസ്റ്റ് ഹൗസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. താമസിക്കുന്നവർക്ക് അന്നദാന കൂപ്പൺ ഇവിടെ ലഭ്യമാണ്. ചുരുങ്ങിയ ചിലവിൽ ദേവസ്വം ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ദിവസവും 3 മണിക്ക് ശേഷം ചെക്കിംഗ് തുടങ്ങാം. ചെക്ക് ഇൻ സമയം വൈകുന്നേരം 4 മണി. ചെക്ക് ഔട്ട് ടൈം വൈകുന്നേരം 3 മണിയുമാണ്. കൗസ്തുഭം, ശ്രീവത്സം, പാഞ്ചജന്യം തെക്കേ നടയിലാണ് ഇതെല്ലാം. ഇതിന് താഴെയാണ് ഇപ്പോൾ പഴയിടം രുചി ഹോട്ടൽ ഉള്ളത്. കുറഞ്ഞ ചെലവിൽ കല്യാണവും ചോറൂണ്, പിറന്നാൾ സദ്യ എന്നിവ പഴയിടം രുചിയിൽ ഹാൾ ബുക്ക് ചെയ്യാതെ ചെയ്തു തരും. ഒറ്റ പ്രാവശ്യം 50 പേർക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ. ഗുരുവായൂരിൽ കല്യാണം കഴിഞ്ഞാൽ ഉടനടി മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സംവിധാനം ഗുരുവായൂർ നഗരസഭ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. 4ാമത്തെ കല്യാണ മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് വടക്ക് വശമാണ് അത്. എന്നും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുണ്ട്. വരൻ, വധു, സാക്ഷികൾ തുടങ്ങിയവരുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാകണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും വേണം. വരനും വധുവിനും കൂടെയുള്ളവർക്കും അന്നലക്ഷ്മി ഹാളിൽ അന്നദാനം കഴിക്കാനും സാധിക്കും. വാഹനം പാർക്കിംഗ് ചെയ്യാൻ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ക്ഷേത്ര നഗരയിലുണ്ട്. 30 രൂപയാണ് ചാർജ് ഈടാക്കുക. 24 മണിക്കൂർ സമയമാണ് പാർക്കിങ്ങിന്. അമ്പലത്തിന് ചുറ്റും നിരവധി മറ്റു ഹോട്ടലുകളുണ്ട്. പല താരിഫിൽ ഓൺലൈൻ അഡ്വാൻസ് ബുക്ക് ചെയ്തും പോകാം. കൂടാതെ കേരള PWD റെസ്റ്റ് ഹൗസ് ചാവക്കാടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് 1.8 കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം. തിരക്ക് അധികമുള്ള ദിവസം പടിഞ്ഞാറേ നടവഴി കടന്നാൽ ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ തൊഴാൻ സാധിക്കും. കിഴക്ക് ഭഗവതി അമ്പലത്തിന്റെ അവിടെ കൂടെയും കടക്കാം. ഗുരുവായൂരിൽ തീരെ നടക്കാൻ സാധിക്കാത്ത വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും നടക്കാൻ പറ്റാത്തവർക്കും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണമെന്ന് മോഹമുണ്ടാവും. അവർക്ക് വീൽ ചെയർ സൗകര്യമുണ്ട്. അവരുടെ കൂടെയുള്ള ആൾക്കും പോയി തൊഴാൻ അനുവദിക്കും. ഇവരെ കാറിൽ പടിഞ്ഞാറേ നടയിൽ കൊണ്ടുവന്ന് ഇറക്കി വീൽ ചെയറിലിരുത്തി അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഒരുമിച്ച് വരുന്നവർ ആരെങ്കിലും കൂട്ടം തെറ്റിയാൽ കിഴക്കേ നടയിൽ ഇൻഫർമേഷൻ സെന്ററിൽ പോയി പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ വിളിച്ചു പറഞ്ഞ് വേണ്ട സഹായങ്ങൾ നൽകും. പോകുന്നവർ അമ്പലത്തിന്റെ കൂട്ടം തെറ്റിയാൽ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞു വെച്ച് പോയാൽ ടെൻഷൻ ഒഴിവാക്കാം. പോയിന്റുകൾ കൂടി പറഞ്ഞു തരാം.
പ്രസാദവും തീർത്ഥം കൊടുക്കുന്ന സ്ഥലവും കിഴക്കേ നട കല്യാണ മണ്ഡപവും എളുപ്പമാണ് പറഞ്ഞു കൊടുക്കുവാൻ. വാഹന പൂജയ്ക്ക് കാറുകൾ കൊണ്ടുവരുന്നവർ കിഴക്കേ നടയിൽ കാറ് കൊണ്ട് നിർത്തുക. തൊട്ടിടത് ഭാഗത്ത് വാഹന പൂജ ടിക്കറ്റ് കിട്ടും. കാറിന്റെ പൂജയ്ക്ക് ഇപ്പോൾ 350 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ടാക്സിയിൽ അഥവാ കാറിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഇറങ്ങിയാൽ അധികം നടക്കാതെ അമ്പലത്തിൽ തൊഴാൻ സാധിക്കും. ഒഴിവു ദിവസം സീനിയർ സിറ്റിസൺ ലൈൻ ഉണ്ടായിരിക്കുന്നതല്ല എന്നത് പ്രത്യേകം ഓർമ്മ വേണം. ഉദയസ്തമയ പൂജ നടക്കുന്ന ദിവസങ്ങളായ തിങ്കൾ, ബുധൻ, വെള്ളി, ചൊവ്വ, വ്യാഴം ദിവസം മറ്റു ദിവസത്തേക്കാൾ തിരക്ക് അല്പം കുറവായിരിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ കാലത്ത് 8:30 എത്തി പടിഞ്ഞാറേ നട വഴി ചുറ്റമ്പലത്തിൽ തൊഴുത് തീർത്ഥവും പ്രസാദവും വാങ്ങിച്ച് വടക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പ്രസാദം ആവശ്യമുള്ളത് ചീട്ടാക്കാം. ഭഗവതി അമ്പലം വഴി പുറത്തു കിടന്ന് അന്നദാനം ക്യൂവിൽ നിന്ന് അന്നദാനം കഴിച്ച് തെക്കേ ഭാഗത്ത് അമ്പലത്തിനുള്ളിലേക്കുള്ള ക്യൂവിൽ ഉള്ളിൽ കയറി തൊഴുത് പടിഞ്ഞാറേ നട വഴി പുറത്തു കിടന്ന് പഴം, നെയ്യ്, ശർക്കര പായസം, പാൽ പായസം എന്നിവ വാങ്ങിച്ച് മടങ്ങാം.